ഇത് 2014 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും, അതായത് ആ വണ്ടിയുടെ ബോഡിയും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുകയാണ്. പേപ്പർ ഈ ജനുവരിയിൽ ടെസ്റ്റ് ചെയ്യണം. ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. ടാക്സ് 2030 ടാക്സ് ഉണ്ട്. ഓട്ടോറിക്ഷ ഇത് 2024 വണ്ടിയാണ്. 2024 ഒരു വർഷമാവുന്ന വണ്ടി. അത് നമ്മൾ കിലോമീറ്റർ 19,000 കിലോമീറ്റർ പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് ഒന്നാണൊക്കെ ഷേപ്പിൽ കിടക്കുന്ന നമ്മൾ അപ്പോൾസറി അടിക്കാൻ കൊടുക്കും. ഇത് 2016 വണ്ടിയാണ്. ഇത് അത്യാവശ്യ ഭാഗങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പം 2 മാസമേ ഉള്ളൂ ടെസ്റ്റ്. ഇത് സെൻസർ വണ്ടിയാണ്. ഇത് 2019 രജിസ്ട്രേഷനാണ്. മാനുഫാക്ചറിങ് 18 വണ്ടി. ഇത് പിന്നെ ഈ 2027 വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ശബരി ഓട്ടോസിനകത്താണ് വന്നേക്കുന്നത്. ഇത്തവണ സാധാരണ വെള്ളിമൂങ്ങ് മാത്രമേ നിങ്ങൾക്ക് കിട്ടാറുള്ളൂ. വെള്ളിമൂങ്ങയും ജീത്തോയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തവണ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ, കാറ്, ജീത്തോ, അങ്ങനെ ഒരു തരം വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേമികൾക്കും വാഹന പ്രേമികൾക്കും എടുക്കാവുന്ന രീതിയിലുള്ള എല്ലാത്തരം വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പായിട്ട് മാറിയിട്ടുണ്ട് ശബരി ഓട്ടോസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇഷ്ടംപോലെ വണ്ടി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളോട്ട് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓട്ടോറിക്ഷ, വെള്ളിമൂങ്ങ, ജീത്തോ, കാറുകൾ, അങ്ങനെ ബിസിനസ് വ്യാപിപ്പിക്കുകയാണല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ്, എത്ര രൂപ വണ്ടികളൊക്കെ എത്താണ് കിടക്കുന്നത്? നമ്മളെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്നത് 1.30 തൊട്ടുള്ള വണ്ടികളാണ്. ഓട്ടോറിക്ഷയാണോ? അല്ല, വെള്ളിമൂങ്ങ. ഓട്ടോറിക്ഷ ആകുമ്പോഴോ? ഓട്ടോറിക്ഷ ഇതെല്ലാം പുതിയതാണ് കിടക്കുന്നത്. 2024 വണ്ടിയാണ് ഏറ്റവും പുതിയ കിടക്കുന്നത്. അപ്പോൾ അത്രയും വിശ്വസിച്ച് എടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ കിലോമീറ്റർ സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷ വിൽക്കുന്നവരാരും പറയാറില്ല. ഈ 24 മോഡലായതുകൊണ്ടെണ്ണം പറയാമോ? അതിനകത്ത് മീറ്ററിനകത്ത് ഉണ്ടല്ലോ എല്ലാം. ജെനുവിൻ ഓട്ടോ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു? ഇത് നമ്മൾ കൊല്ലം ജില്ലയിൽ കൊല്ലം തിരുവനന്തപുരം ഹൈവേയിൽ, മെയിൻ ഹൈവേയിൽ കല്ലുവാതക്കൽ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് ഒരു 1/2 കിലോമീറ്റർ ബാക്കിലായിട്ട് ഹൈവേയുടെ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലും, തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ ഹൈവേയുടെ റൈറ്റ് സൈഡിലുമാണ്. കല്ലുവാതക്കൽ കഴിഞ്ഞിട്ട് 1/2 കിലോമീറ്റർ റൈറ്റ് സൈഡിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ നോക്കാം. അത് 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 73,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2021 ടെസ്റ്റ് മുടങ്ങി. ഇപ്പം നമ്മളെല്ലാം എടുത്ത് ഒന്നേന്നും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വണ്ടിയാണ്. സീറ്റ് കവർ അടിപ്പിച്ചു, പുതിയ പെയിൻ്റ് അടിച്ചു. കമ്പനി പെയിൻറ്റ് തന്നെ ആയിരുന്നു, പക്ഷേ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ഫുൾ പെയിൻ്റ് അടിച്ചു. ഫുൾ പെയിൻ്റ് അടിച്ചു. ഓക്കെ. വണ്ടിയുടെ സീറ്റ് കവറൊക്കെ പുത്തൻ സീറ്റ് കവർ. ഇന്നലെ അടിച്ചുകൊണ്ട് വന്ന സീറ്റ് കവർ. ടോപ്പും ഒക്കെ നല്ല വൃത്തിയായിട്ട്, അഴുക്കൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. വണ്ടിക്കകമൊക്കെ നോക്കിയാൽ കൊള്ളാം. 100% വണ്ടി കൊള്ളാം. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫുൾ പെയിന്റ് ടെസ്റ്റ് ബേസ് ചെയ്ത് കയറിയാ? ഓക്കെ. എത്ര ചോദിക്കുന്നേ? ഇത് നമ്മളെ ചോദ്യം 3 ലക്ഷം രൂപയാണ്. ആ ടയർ മാറും, അത് കാണിക്കണ്ട. മാറും. അത് ഇന്നലെ ചോദിക്കാൻ വന്നേ, ടയർ മാറി കൊടുക്കുമെന്ന്. ആ ടയർ മാറും. പുതിയ ടയർ രണ്ടും മാറണം. ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. അതെ. എത്രയാണ് ചോദ്യം? 3 ലക്ഷം. 3 ലക്ഷം. ഏതെങ്ങനെയാണ്, എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്കിത് ഒരു 1.80 ഫിനാൻസ് വീഴും. 1.80. ചിലയിടത്തൊക്കെ 2 ലക്ഷം വീഴും. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 2021 ഒരു ടെസ്റ്റ് ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ. ഇത് 2016 വണ്ടിയാണ്. ഇത് അത്യാവശ്യ ഭാഗങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പം 2 മാസമേ ഉള്ളൂ ടെസ്റ്റ്. ഇത് സെൻസർ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3 ആണോ 2 ആണോ എന്ന് ഓർമ്മയില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപെയിൻറ്റ് ചെയ്തതാ വണ്ടി. ഫുള്ള് പണി. റീപ്ലേസ് ഉണ്ടോ? ഇല്ല. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയാ. ഇതെന്തോ ഓടി? ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റിൽ ഒന്നും വേണ്ട. സീറ്റിൽ ചെറിയ അഴുക്കുണ്ട്, അല്ലാതെ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ടയർസൊക്കെ കവർ അടിച്ചതാണ്. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് പേപ്പർ കുറവാണ്. ഒരു 1.85 കൊടുക്കാം ഈ വണ്ടി. 1.85. ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ. ഈ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറയൂ? വലുതായിട്ട് ഞാൻ എല്ലാവരും ചോദിക്കും ഈ വന്നിട്ട് എന്തോ വില കുറയ്ക്കാത്തതെന്ന്. ഒരു ആട്ടോ കച്ചവടമാകുമ്പോൾ നമ്മൾ ഒരുപാട് ചോദിച്ചിട്ട് അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഫുൾ പണിയെടുത്തല്ലേ ഈ സനൂപ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്
കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓൾറെഡി ആവശ്യമുള്ളത് ചോദിക്കുന്നുള്ളൂ. ആവശ്യമുള്ളത് ഏകദേശം ഒരു വലിയ വേരിയേഷൻ ഒന്നും വരത്തില്ല, ചെറുതായിട്ട് അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷ ഇത് 2024 വണ്ടിയാണ്. 2024 ഒരു വർഷമാവുന്ന വണ്ടി. അത് നമ്മൾ കിലോമീറ്റർ 19,000 കിലോമീറ്റർ. പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് ഒന്നാണൊക്കെ ഷേപ്പിൽ കിടക്കുന്ന ഇന്ന് നമ്മൾ അപ്പോൾസറി അടിക്കാൻ കൊടുക്കും. കൊല്ലം മോഡൽ പണിഞ്ഞു കൊടുക്കും. ഇത് ഇപ്പം വന്ന കമ്പനി ഷേപ്പ് വണ്ടിയാണ്. ചോദ്യം എത്രയാ? ഇത് നമ്മൾ ഈ നിലവിൽ കാണുന്ന കണ്ടീഷൻ ആണെന്നുണ്ട് 2.25 ലക്ഷം രൂപ. 2.25. എന്നാലും എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ലാഭമുണ്ട്. വർക്ക് കൂടിയൊക്കെ ചെയ്താൽ അതിന്റെ കൂടും. അതിന്റെ ആ പൈസയും കൂടെ ആവും. ആ സീറ്റ് കവർ, ബക്കറ്റ് സീറ്റ്, സ്റ്റീല് ഇതെല്ലാം ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വണ്ടി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. പുതിയ 2024 വണ്ടിയല്ലേ, പുതിയ വണ്ടിയല്ലേ. 19,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്റർ ഒക്കെയാ? ആ ഓക്കെ. 2024 ഡിസംബർ വണ്ടിയാണ്. 8 മാസം മാത്രം പഴക്കേ ഉള്ളത്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 14,400 കിലോമീറ്റർ. ഈ 400 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടിയതാ. എടുത്തിട്ട് ഓടിയതല്ലേ? ആ ഓടിയ ഓട്ടത്തിന് ഓടിയതല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് എടുത്തോണ്ട് പോകുന്നത്. 400 ഓടിയില്ല, 100-200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പൊക്കെ നല്ലപോലെ വർക്ക് ചെയ്ത വണ്ടിയാണ്. മറ്റേ വണ്ടി ഇതിൽ നിന്ന് ഉച്ചക്കൂടെ പൊക്കത്തിലൊക്കെ അടിച്ചു കൊടുക്കുന്ന റേറ്റാണ് പറഞ്ഞത്. ഓക്കെ. വണ്ടിക്കകം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ വൃത്തിക്കും ക്വാളിറ്റിക്കും ഒന്നും യാതൊരു കുറവുമില്ല. ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടിക്കകം കണ്ടാൽ നല്ല കണ്ടീഷനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതേപോലെ ഈ സാധനങ്ങൾ കാണാൻ കൊള്ളാം. ഈ ടോപ്പിലൊക്കെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിക്കുള്ള രീതിയിൽ ചെയ്ത് വർക്ക് എടുത്തിട്ടുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 2.5 ലക്ഷം രൂപയാണ് നമ്മളെ ചോദ്യം. 2.5. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് 50,000 രൂപ ഇറക്കാൻ പറ്റും. 50 രൂപ മതി അല്ലേ? ഇത് എത്ര വർഷം വരെ ലോൺ കിട്ടും ഈ വണ്ടിക്കൊക്കെ? ഓട്ടോറിക്ഷ 4-5 വർഷമൊക്കെ കിട്ടും. 2024 വണ്ടിയല്ലേ. അതുമല്ല, ഇതിപ്പം ഒരു പുതിയ വണ്ടി ഇറക്കുന്ന ആക്കേ വണ്ടി വില എന്ന് പറഞ്ഞാൽ 3.30 കണ്ട് വണ്ടി വില ഉണ്ട്. വണ്ടി വില ഉണ്ട്. 3.30 കണ്ട് വണ്ടി. അല്ല ഒന്നുമില്ലെങ്കിലും ഈ വണ്ടി എങ്ങനെ പണിഞ്ഞിറങ്ങിയാലും പണിഞ്ഞില്ലെങ്കിലും 3.30 കണ്ട് വണ്ടി വില ആവുന്നതാണ്. അപ്പോഴേ ഈ എടുക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് പിന്നെ ലോണിൽ മറ്റേതെല്ലാം 5 വർഷം കൊണ്ട് അടയ്ക്കണം. ഇതാകുമ്പോൾ 3 വർഷം കൊണ്ട് അടച്ചു തരും. 2 ലക്ഷം രൂപ ഇട്ടാലും 7,000 രൂപയ്ക്ക് താഴെ നിൽക്കുള്ളൂ അടവ് വരും. മറ്റത് 7,000-ന് മേളിൽ 5 വർഷം അടയ്ക്കണം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ലാഭം തുച്ഛമായ 6 മാസം ഇതേ വണ്ടി ആയിട്ടുള്ളൂ. ഓട്ടവും കുറവ്, ഇറങ്ങിയിട്ടും കുറച്ച് ആളായിട്ടുള്ളൂ. ഏകദേശം എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ലാഭമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതല്ലേ ഇത് ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്നതല്ലേ നല്ലത്. ഇതിന് 2024 വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ. എല്ലാം ഫസ്റ്റ് തന്നെ. വണ്ടിക്കകം ഇതിനകത്ത് വേറെ അഡീഷണൽ പരിപാടികളൊന്നും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതും വേണമെങ്കിൽ പണിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഈ കണ്ടീഷനിലും കൊടുക്കും. ടോപ്പൊക്കെ നോർമൽ ഓട്ടോറിക്ഷയുടെ അതേ രീതി തന്നെ അടക്കുകയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഈ വണ്ടി കാണാൻ പറഞ്ഞൂടെ? ഷേപ്പിൽ തന്നെ അടക്കുക. ചോദ്യം നമ്മൾ ചോദിക്കണം. ഓക്കെ. വണ്ടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. കമ്പനി ഇറങ്ങുന്ന കണക്ക് തന്നെ അടക്കുക. ഇത് CNG ആണല്ലേ? CNG. എത്ര ചോദ്യം? ഇത് നമുക്ക് 1.25 രൂപ ചോദിക്കുന്നത്. 1.25. ഇനി ഒരു CNG 2023 ഒരെണ്ണം കൂടി വരാനുണ്ട്. അതെത്ര ചോദിക്കുന്നത്? അത് വണ്ടിക്ക് വന്നിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരെണ്ണം കൂടി അണ്ണനൊരു ധാരണ കാണുമല്ലോ. എന്തായാലും ഒന്ന് അത് പണിഞ്ഞ വണ്ടി ജസ്റ്റ് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെന്തായാലും 1.5 രൂപ. 1.5 രൂപ. ഇത് 2018 രണ്ട് പുതിയത്, ടയർ, ബാറ്ററി പുതിയത്, മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്നു. വണ്ടി അപാകതകളൊന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല. 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ. ഇതിനകത്തൊക്കെ കിലോമീറ്റർ മറിച്ച് കഴിഞ്ഞാൽ കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയല്ലേ, നമ്മളകത്ത് പോകത്തില്ലേ. അങ്ങനെ പിന്നെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. വണ്ടി കുഴപ്പമില്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫ്ലോർ മാറ്റ് വേറെ അതിൻ്റെ മേളിൽ കൂടെ ഒരു ഇതിട്ടാൽ മതി. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതും ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 2.40 ചോദിക്കുന്നത്. 2.40. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് 2019 രജിസ്ട്രേഷനാണ്. മാനുഫാക്ചറിങ് 18 വണ്ടി. ഇത് പിന്നെ ഈ 2027 വരെ പേപ്പറുണ്ട്.
എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. ഇത് ഒന്ന് കഴിഞ്ഞിട്ടില്ല? ഇല്ലെന്ന് ഇല്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇതാണ്ട് എല്ലാം ഒറിജിനാലിറ്റി തന്നെ എല്ലാം. മൈലേജ് ഒക്കെ എങ്ങനെ കിട്ടുന്നത്? ഇത് 20-നടുത്തൊക്കെ മൈലേജ് അങ്ങനെ ഉണ്ടോ? കറക്റ്റ് എനിക്ക് അറിയില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഫ്ലോറിൻ്റെ ഒരു സാഹചര്യം ഇതാണ്. ഈ ഭാഗത്ത് ചെറിയതായിട്ടുള്ള ഒരു തുരുമ്പിൻ്റെ ഒരു കാണുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ചെറിയ രീതിയിൽ അത് പിന്നെ ചെളിയാടാ, തുരുമ്പില്ലേ ഇത്? അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് സൈഡ് ചെറുതായി കാലുവയ്ക്കുന്നിടത്ത് ഇച്ചിരി തുരുമ്പ് ഒന്നും. പിന്നെ അകം നോക്കുകയാണെങ്കിൽ ആ ബാക്ക് സൈഡ് എനിക്ക് തുറന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ രീതിയിലാണ് വണ്ടിക്ക് അകം. ഓക്കെ, എത്ര ചോദ്യം എത്രയാ? ഇത് 2.35 ചോദിക്കുന്നത്. ഇത് 2.25 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. ഇതിൻ്റെ ടയേഴ്സ് എല്ലാം ആവറേജ് ആണല്ലോ, അത് മാറി കൊടുക്കുക. ബാക്ക് സൈഡ് ആവറേജും ഇല്ല. ഇല്ല, ഈ കണ്ടീഷനുള്ളതല്ലേ. വണ്ടി കൊള്ളാം, ബോഡിയൊക്കെ കണ്ടിട്ടൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ചെറിയൊരു നീരസം. ബാക്ക് ഒരെണ്ണേ ഉള്ളൂ ആവറേജ്, ബാക്കി നല്ല ടയറാണ്. നല്ല ടയറാണ്. ആ സൈഡ് പിന്നും കുഴപ്പമില്ല. സ്റ്റെപ്പിനെയും നല്ലതാണ്. 2017 ജീത്തോ ആണ്. 2027 വരെ പേപ്പറുണ്ട്. 26 നവംബർ വരെ പേപ്പറുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ്. ഇത് കട്ട ടയറാണോ? കട്ട ടയറാണ്. കട്ട ടയർ മാറി കൊടുക്കൂ? മാറ്റി കൊടുക്കും. വണ്ടി മൊത്തം പെയിന്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുക അല്ലേ? അതെ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 50-60 കണ്ടേ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ള? ജെന്യൂൻ ആണോ? ജെന്യൂൻ ആയിരിക്കണം. ഇത് നമുക്കൊന്നും കാര്യം ഉറപ്പില്ലാത്ത വണ്ടികൾ നമ്മൾ ഉറപ്പ് പറഞ്ഞ് കൊടുക്കത്തില്ല. ഈ കാണുന്ന കണ്ടീഷനിൽ എടുക്കുക. വണ്ടിയുടെ തുരുമ്പ് വലിയ ഓട്ടോ ഒന്നും ഓടിയ ലക്ഷണമില്ല വണ്ടി കാണുമ്പോഴേ. വണ്ടിയുടെ ഡോറും ഒക്കെ അത്യാവശ്യം വൃത്തിയായിട്ടാണ് കഴിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഫ്രണ്ട് ടയർ ഇതെല്ലാം സംഭവം കട്ട ടയർ ഇട്ടേക്കുന്നത്. ഏതാ ഇത്? ഫ്രണ്ടും അതും കട്ട ടയർ. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയാ ഇത്? നമുക്ക് 1.85 ചോദ്യം. 1.85. എത്ര രൂപ ഇറക്കാൻ പറ്റുമത്? ഇതിപ്പോൾ നിലവിൽ കിടക്കുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസാണ്. നവംബർ വരെ ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഓക്കെ, ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.40 കിട്ടിയാണ്. കിട്ടും. ഇത് നമ്മളെ പഴയ വീഡിയോയിലുള്ളതാ. സെന്നില്ലേ? സെന്ന്. ഏത് മോഡലായിരുന്നു? 2005 മോഡല്. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, നല്ലൊരു വീൽ കപ്പ് കിടപ്പുണ്ട്. വണ്ടിക്കകം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നു. സീറ്റ് നമ്മൾ മാറ്റിയതാണ്. ഇതിനകത്തില്ല പഴയ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ എല്ല് കയറാത്ത കെമിക്കൽ ഒന്നരം കൊണ്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര വാടകയായിരുന്നു കേട്ടോ. അത് നമ്മൾ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഒക്കെ ഇട്ട വണ്ടിയല്ലേ? സെൻട്രൽ ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. കൂളിംഗ് ഒക്കെ പക്കയാണ്. 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. പിന്നെ എന്താ പറയുക, AC നല്ല കൂളിംഗ് ഉണ്ട്. ഒരു അപാകതയില്ല. കമ്പനി പെയിന്റ് അല്ലേ, 100% കമ്പനി പെയിന്റ് ആണ്. ഫ്ലോറൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന ആ ഫ്ലോറാണ്. ഒരു സ്ക്രാച്ച്, ഫ്ലോറിൽ പോലും സ്ക്രാച്ച് ഇല്ല. ഓക്കെ, എത്ര ചോദ്യം? എത്ര? ഇത് നമുക്ക് ഫൈനലായിട്ട് 1.35 കൊടുക്കാം. 1.35. ബാർഗനിങ് ഇല്ലേ? ബാർഗനിങ് വലുതായിട്ടൊന്നുമില്ല, പേര് മാറി കൊടുക്കും. ഫസ്റ്റ് ഓണർഷിപ്പിൽ കിടന്നതാ. എന്നാലും ഒരാൾ ഒരു 1.35 പറഞ്ഞെന്നും പറഞ്ഞാൽ 1.35 ആരെയും വന്ന് എടുക്കുമോ? എന്തെങ്കിലുമൊക്കെ ഒരു ബാർഗൻ കാണൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിൽ മാറ്റങ്ങളുണ്ടാവും. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടേ? ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും, അതായത് ആ വണ്ടിയുടെ ബോഡിയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുക. അത് എൻജിൻ വർക്ക് വരെ ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ പുതിയ പെയിൻറ്റ്, 4 ഫ്രണ്ട് 2 പുതിയ ടയർ, ബാക്ക് കട്ട ടയർ, ബാക്കി എല്ലാം. ആ സീറ്റ് ഒരെണ്ണം മാത്രം കവർ, പിന്നെ പഴയ സീറ്റ്, കമ്പനി സീറ്റ് ഇരിക്കുന്നു. ബാക്കി എല്ലാ ഭാഗങ്ങളും ചെയ്ത് ഒരാൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഏകദേശം 70,000 രൂപ ഞാൻ മുടക്കിയ വണ്ടിയായത്. കാശ് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് മുടക്കിയ വണ്ടിയത്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഫൈനലായിട്ട് ബാർഗനിങ് ഒന്നുമില്ല, 2.35 കൊടുക്കും. 2.35 എടുക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും പക്ക. ഇപ്പം എഞ്ചിൻ വരെ പണിഞ്ഞ വണ്ടിയാണ്. സാധാരണ അണ്ണനെ ഈ കട്ട ടയർ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലോ. നല്ല ടയറാണല്ലോ. ബാക്കിൽ കട്ടയാണ്, നല്ല കട്ടയാണ്. അല്ല, കട്ട ടയർ എന്ന് പറഞ്ഞാൽ മോശമല്ല, ഈ പുതിയതിനെ പോലെ ഓടുന്ന കട്ടയാണ്. ഇത് 2018 വണ്ടിയാണ്. ഇതും 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി പുതിയ ടെസ്റ്റ് ചെയ്ത് പേര് മാറി കൊടുക്കുന്ന റേറ്റ് 250 250. എന്ത് ഓടിയിട്ടുണ്ട്? 78 കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും? കമ്പനി ഗ്ലാസ് നടക്കുന്നത്. കമ്പനി ഗ്ലാസ് ആണ്. വണ്ടിക്ക് അകം എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല പോളിഷൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദ്യം എത്രയായിരുന്നു? ഇത് നമുക്ക് 250 ഫൈനൽ കൊടുക്കാം, പേര് മാറി കൊടുക്കാം. 250. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വണ്ടി ഓവറോൾ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സർവീസ് ചെയ്യണം, പൊടിയും അഴുക്കൊക്കെ ഉണ്ട്. അല്ല വേറെ അതിപ്പോൾ സർവീസ് ചെയ്ത് വന്ന് പിന്നെ പോളിഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 2016 രജിസ്ട്രേഷൻ, 15 മാനുഫാക്ചറിങ് ആണ്. ഇത് സെലീരിയോ. വണ്ടി ഏതാണെന്നും കൂടി പറയണം. സെലീരിയോ. ആ. കിലോമീറ്റർ എന്തോ ഓടി? ഇത് 149 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്, സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ യാതൊന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി കിടക്കുന്നതാണ്. ബാക്ക് സൈഡ് സീറ്റ് ചെയ്തിട്ടില്ല, അത് കിടക്കുന്നില്ല. 2 ഡോർ പവർ വിൻഡോസ് ആണ്. വണ്ടി കൊള്ളാം, വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ലൊരു വീൽ കപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ഇത്രയും കിലോമീറ്റർ അല്ലേ, വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടി. പിന്നെ അതുകൊണ്ട് നമുക്കറിയാം ഒരു 3 രൂപ മേളിൽ മാർക്കറ്റ് പിടിക്കുന്ന വണ്ടിയാണ്. ഇത് 255 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 255. ഓക്കെ, 255. ഓക്കെ. അപ്പോൾ എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ഞാൻ ഈ കാറിൻ്റെ ഫിനാൻസ് അത്ര ചെയ്തിട്ടില്ല സനൂപ്. അതെനിക്കറിയാം. എന്നാലും പറ, അണ്ണന് ഉണ്ടല്ലോ. 3 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ഒരു 50-60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമായിരിക്കും. മറ്റേ 800ൻ്റെ ചോദിച്ചപ്പോൾ 1.25 രൂപ ഫിനാൻസ് വീഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിട്ടുമായിരിക്കും. സെലീരിയ 2015 മോഡലല്ലേ ഇത്? 15-16 രജിസ്ട്രേഷനാണ്. ഇത് 2018 അടുത്ത 1 വർഷം ഫുള്ള് പേപ്പർ കിടപ്പുണ്ട്. ഇൻഷുറൻസ് തീരാറായി. നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കമ്പനി പെയിൻ്റാണ്, 90%. ടയർ പൊതുവേ മോശമാണ്. മാറിക്കൊടുക്കാം വേണമെങ്കിൽ. മാറിക്കൊടുക്കാം. അത്യാവശ്യം ഓടുന്നേ ഉള്ളൂ. അപ്പോൾ മാറിക്കൊടുക്കാം. മാറിക്കൊടുക്കാം. ഓക്കെ. വണ്ടി അകമൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. സർവീസ് പോലും ചെയ്തിട്ടില്ല. ഈ ഡോർ പാഡ് കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് പെയിന്റ് പോയി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ബാക്ക് ആവറേജ് ആണ്. ഈ സൈഡിലെയും ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് നല്ല സീറ്റാണ്. കഴുകിയിട്ട് ഒരു വണ്ടി വന്നേ ഉള്ളോ? അതുപോലെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ. ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ ടയറെല്ലാം മാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 360 കൈ കിട്ടണം. അത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഈ പെയിന്റിങ്ങിന്റെ പരിപാടികളോ? പെയിന്റിങ് ഇപ്പം നിലവിൽ 90% കമ്പനി പെയിന്റ് അല്ലേ കിടക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ടല്ലേ. പിന്നെ ചെറിയ ടച്ചിങ് ഒക്കെ കൊണ്ട് അത് ചെയ്ത് കൊടുക്കാം. 360. ഇത് 2013 വണ്ടിയാണ് സനൂപേ. ഇത് പേപ്പർ കുറച്ച് കുറവാണ്, എന്നാലും വളരെ കുറവില്ല. 2013 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇത്. സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 130-40 ഓടിയിട്ടുണ്ട്. ഇത് ബാക്ക് കട്ട ടയറാണ്. ഓക്കെ. ഫ്രണ്ടും കട്ട തന്നെ. ഇതൊക്കെ എടുത്തിട്ട് ഇതിനകത്തൊക്കെ വലുതായിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ ടയറൊക്കെ മാറുമ്പോൾ 10,000 രൂപ 12,000 രൂപ അങ്ങ് മാറും. അപ്പോൾ ആ വിലയും കൂടെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ഭയങ്കര വിലയാന്ന് പറയും. അതുകൊണ്ട് താങ്കളിപ്പോൾ ആ പരിപാടി വിട്ടോ? അല്ല, നമ്മൾ അങ്ങനെ വിടുന്നേന്നുമില്ല. ഒരാളെ കാണിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ഏത് രീതിയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ പണി ചെയ്തിട്ട് വില കൂടുതലാന്ന് കേൾക്കണ്ടല്ലോ. മെക്കാനിക്കൽ എന്തായാലും പക്കയാ. ടയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ടയേഴ്സ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എപ്പോഴും മാറിയെടുക്കാവുന്ന സംഭവമല്ലേ. ബാക്കി നമ്മളൊക്കെയുള്ള വിശ്വാസ്യത തന്നെയാണ്. പാച്ച് വർക്ക് പെയിൻറ്റിങ് അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ മെക്കാനിക്കൽ പക്കായിട്ട് ചെയ്ത് കൊടുക്കും. എത്ര ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമ്മൾ ഈ കണ്ടീഷന് 130 കൊടുക്കും. 130. ഇത് 2017 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 120 മറ്റോ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. പുതിയ പെയിൻറ്റ്, പിന്നെ ഫുൾ ഗ്ലാസ് വർക്ക് ചെയ്ത വണ്ടി. അത് നല്ല അടിപൊളിയായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെ ഒരു അപാകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് അതിപ്പം മാറിയിട്ടുണ്ട്. ആ മാറിയ ഗ്ലാസ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് പിന്നെ അവർ ചുമ്മൽ വന്ന് മാറിയതാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. ടോപ്പൊക്കെ വർക്ക് ചെയ്ത മോഡലാണ്, ചെറിയ തോതിൽ.
വലിയ ആഡംബരമൊന്നുമല്ല, പക്ഷേ ചെറിയ തോതിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് അത് പണിഞ്ഞു കൊടുക്കും, മാറി കൊടുക്കും. അത് മാറി കൊടുക്കും. ഓക്കെ, സീറ്റ് കവർ മാറി തരും. അതേപോലെ ബാക്ക് ടയേഴ്സ് ആണെങ്കിലും കട്ടയാണ്, പക്ഷെ നല്ല ടയർ കിടപ്പുണ്ട്. ചോദ്യം എത്രയാ? ഇത് 2.35. അത് 2.30 നമുക്ക് കൊടുക്കാം, പേര് മാറി കൊടുക്കാം. 2.30. ഈ ഗ്ലാസ് വർക്ക് കണ്ടില്ല, എത്ര നല്ല രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2015 വണ്ടിയാണ്, സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ഇതിനകത്ത് 73 കിലോമീറ്റർ കാണിക്കുന്ന വണ്ടി. അത് പിന്നെ എൻജിൻ സൈഡൊക്കെ നല്ല പക്കയാണ്, ബാക്കി എല്ലാ സൈഡും കൊള്ളാം. പക്ഷേ 2 മാസം ഇതിന് പേപ്പറുള്ളൂ. ഇൻഷുറൻസ് തീരാറായി, നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 1.95 നമ്മൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഇത് 1.95. പേര് മാറി കൊടുക്കും, ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. ഇതിൻ്റെ ടോപ്പ് വണ്ടി എല്ലാ സൈഡും പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കൽ, പെയിൻറ്റിങ് ഇതെല്ലാം നല്ലോണം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1.30 ഫിനാൻസ് വീഴും. ഓക്കെ, 60-65 രൂപ വേണം. അത്രയും വേണം. ഇത് 2015 തന്നെ. ഇത് 15 വണ്ടി. നമ്മൾ 1 മാസം കൂടെ പേപ്പറുള്ളൂ. നമ്മൾ പുതിയ പേപ്പർ എടുത്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് എല്ലാം ഒരു പിന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ബാക്കി എല്ലാ ഭാഗങ്ങളും കൊള്ളാം, ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡോ തേടാന്നുണ്ട്. സെക്കൻഡോ തേടാം. ഓക്കെ, എത്ര ചോദ്യം? എത്ര? ഇത് 2.10 ചോദ്യം. നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാ. അതല്ല ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുത്താൽ മതിയെങ്കിൽ 2 രൂപയ്ക്ക് കൊടുക്കാം. 2 രൂപ. ഇത് 2005 പിന്നെ VXI 73,000 കിലോമീറ്റർ. ടയർ ഭാഗങ്ങളുണ്ട്, ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല. കിലോമീറ്റർ ജെന്യുവിനാണോ? ആയിരിക്കണം. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്. പിന്നെ ഇതിലെ AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും? എല്ലാം പക്ക വർക്ക് ചെയ്യും. പവർ വിൻഡോ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി ആ രീതിയിൽ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാ? 95 രൂപ. വെറും 95,000 രൂപ. പക്ഷേ ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇച്ചിരി വൃത്തിക്കുറവ് കാണുന്നുണ്ട്. 95,000 രൂപ. അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് വൈപ്പറൊക്കെ വരുന്ന മോഡലാണ് കേട്ടോ. ഇതിന് വൃത്തിയുണ്ട്. ഇവിടെ ചെറിയ പൊട്ടലുണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് എത്ര നാളുകൂടി പേപ്പർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്? പേപ്പർ ഈ ജനുവരിയിൽ ടെസ്റ്റ് ചെയ്യണം. ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. ടാക്സ് 2030 വരെ ടാക്സ് ഉണ്ട്. ജസ്റ്റ് ടെസ്റ്റിംഗ് ഫീസ് ഒന്ന് അടച്ചാൽ മതി, വണ്ടി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോഴേ വേറെ ഏതോ ഒരു വണ്ടി വരാനുണ്ടെന്ന് പറഞ്ഞു. 2014 പിന്നെ ഒരു സെൻസർ ഇല്ലാത്ത വണ്ടി കിടപ്പുണ്ട്, ടാറ്റ ഐറിസ് തന്നെ. അത് പിന്നെ നമ്മൾ സെക്കൻഡ് ഓണർ. അതിപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് കൊടുത്തിട്ട് അവർ പേര് മാറി ഇപ്പം എടുത്ത് 4 മാസമായുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ ആയിരുന്നു, ഞാൻ കൊടുത്ത വണ്ടിയാണ്. അത് 120 കിലോമീറ്റർ ഓടിയതാണ്. അത് വർക്ക്ഷോപ്പിൽ സർവീസിന് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് 1.25 5 സീറ്റാണ്. 2014 ഡിസംബർ വണ്ടിയാണ്. കളർ പച്ച. പിന്നെ ഒരു ഫുൾ ഗ്ലാസ് ഇട്ട വണ്ടിയുണ്ട്, 2019 വണ്ടി. ഫുൾ ഗ്ലാസ് ഇട്ട വണ്ടിയാണ്, വൈറ്റ് കളറ്. അതൊരു 3 ലക്ഷം രൂപ ചോദിക്കുന്നത്. പാർട്ടി കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ ഒരു 2018 തന്നെ ഓറഞ്ച് വണ്ടി കിടപ്പുണ്ട്, ടാറ്റ ഐറിസ് തന്നെ. അതും പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ്. അത് 2000 രൂപ ചോദ്യം. പിന്നെ 2017 രണ്ടെണ്ണം ഉണ്ട്. കുറേ വണ്ടി കിടപ്പുണ്ട്. അല്ല, ഞാൻ എടുത്തിട്ടിരിക്കുന്ന വണ്ടികളെ കാര്യം പറഞ്ഞു, അത് ശരി, വരുന്ന കാര്യമല്ല. 2017 അത് നമ്മൾ പുതിയ ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ടയർ മാറാനുള്ളതെല്ലാം മാറി ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് ആ റേഞ്ചിൽ കൊടുക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബൈക്കല്ല, കാറ്, വെള്ളിമൂങ്ങ, ജീത്തോ, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ഏതും എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചാണെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.